നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് ഇന്ന് അവസാനിക്കുമല്ലോ. 5-ാം ടെസ്റ്റും 5-ാം ദിവസത്തേക്ക് നീണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 35 റൺസ് മതി. ഇന്ത്യക്ക് വിജയിക്കാൻ ഇനി 4 വിക്കറ്റുകൾ വീഴ്ത്തണം. ക്രിസ് വോക്സ് ബാറ്റ് ചെയ്യാൻ എത്തിയേക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ സീരീസിലെ ടോപ്പ് വിക്കറ്റ് ടേക്കർ മുഹമ്മദ് സിറാജാണ്. സിറാജ് ഇന്നലെ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു എന്നതിന് കൊണ്ട് അദ്ദേഹത്തെ വല്ലാതെ ക്രൂശിക്കുന്ന തരത്തിലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ട് കമൻറ്റ് കണ്ടു. ഒറ്റ ക്യാച്ച്. ഈ സീരീസിൽ ആരൊക്കെ എത്രയൊക്കെ ക്യാച്ച് വിട്ടെന്ന് നോക്കണം. അപ്പോഴേക്കും ഇത്തരത്തിലൊരു ക്യാച്ച് കൊണ്ട് അദ്ദേഹം ചെയ്തതൊക്കെ അങ്ങ് മറക്കുന്നവർക്ക് ജോ റൂട്ട് പറഞ്ഞ മറുപടി ഞാൻ അങ്ങ് വെക്കുകയാണ്. ഇന്നലെ കളിക്ക് ശേഷം ജോ റൂട്ട് പറഞ്ഞത് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: സിറാജ് ഒരു പോരാളിയാണ്. സിറാജ് ഇസ് എ വാരിയർ. ഹീ ഈസ് എ റിയൽ വാരിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ വേണമെന്ന് തോന്നുന്ന ഒരു കളിക്കാരനാണ് സിറാജ്. അവൻ ഇന്ത്യക്ക് വേണ്ടി എല്ലാം നൽകുന്നു. തീർച്ചയായിട്ടും അവന് എല്ലാവിധ ക്രെഡിറ്റും കൊടുക്കണം. അവൻ ഈ കളിയെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കണമെന്നാണ് ജോ റൂട്ട് പറയുന്നത്. സിറാജ് ഈസ് എ വാരിയർ. ഹീസ് എ റിയൽ വാരിയർ. സമൺ ദാറ്റ് യു വാണ്ട് ഓൺ യുവർ ടീം ഗിവ്സ് എവറിത്തിങ് ഫോർ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ക്രെഡിറ്റ് ടു ഹിം ഫോർ ദി വേ ഹി അപ്രോച്ചസ് ക്രിക്കറ്റ് ഏതാണ് പറയുന്നത്. ഇനി മോണി മോർക്കൽ, ഇന്ത്യയുടെ പേസ് ബൗളിംഗ് കോച്ചായിട്ടുള്ള മോണി മോർക്കൽ പറയുന്നു, തീർച്ചയായിട്ടും സിറാജ് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലായ്പ്പോഴും വളരെ ശാന്തനായിട്ടുള്ള വ്യക്തിയാണ് അവൻ. അതോടൊപ്പം തന്നെ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ക്രിക്കറ്റ് കളിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്, ജസ്റ്റ് ലവ്സ് പ്ലേയിങ് ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് അവൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആൻഡ് ലവ്സ് പുട്ടിങ് അപ്പ് ദി ഷർട്ട് ഏതാണ് ഇപ്പോൾ മോണി മോർക്കലും പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ സീരീസിൽ 1000 ബോളുകൾ എറിഞ്ഞ ഒരേ ഒരു ബൗളർ അത് മുഹമ്മദ് സിറാജാണ്. സോ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫൈറ്റർ. അതാണ് നമുക്ക് സിറാജിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ വീണ്ടും എത്താം.